മൂന്നാർ കുണ്ടല ഡാമിലാണ് മക്കളെ. കുറച്ച് കാലം മുമ്പെത്തിയാണ്, ഇത് രണ്ടാമതോടെ എത്തിയതാണ്. മൂന്നാർ കുണ്ടല ഡാമിലാണ്. ഇപ്പോൾ കുണ്ടല ഡാമിൽ പോകണമെന്ന് കുറച്ച് കാലമായിരിക്കുകയാണ്. വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നെങ്കിലും, കാരണം പല തവണ പോയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റം കണ്ടു വന്നപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് വന്ന് വെറുതെ കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ വെറുതെ കയറിയപ്പോൾ വെറുതെ രസം, അങ്ങനെ കുണ്ടല ഡാമിലെത്തി. ഇപ്പോൾ വഴിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ഇങ്ങോട്ടേക്കുള്ള. പിന്നെ ആ ഡാം പഴവലൊക്കെ തന്നെ കൂടുതൽ കച്ചവട ആൾക്കാർ വന്നിട്ടുണ്ട്. കച്ചവടത്തിന് കുറച്ചും കൂടെ ഒരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഈ മഴക്കാലം അല്ലാത്ത കാരണം, വേനൽക്കാലം ആയ കാരണം നല്ല വെയിലുണ്ട്, മഴ തീരെയില്ല. പിന്നെ നമ്മളിങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്കൊരു 20 രൂപ കൊടുത്തു. പിന്നെ എല്ലാം ഫ്രീ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രീ ആവട്ടെ. കുണ്ടല ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏഷ്യയിലെ ആദ്യത്തെ ആർക്ക് ഡാമാണിത്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇടുക്കിയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇത് ഇവിടെ നിന്നുള്ള വെള്ളം നമ്മുടെ ആലുവ വരെ എത്തും. ആലുവ കൊടുങ്ങല്ലൂരിലേക്ക് ഇവിടെ നിന്ന് പോകുന്ന വെള്ളമൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് ഇവിടെ നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണിത് കേരളത്തിലെ. ഇത് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മുടെ പള്ളിവാസലിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ പ്രോജക്റ്റാണ് ഈ കുണ്ടൽ ഡാം. ഇങ്ങനെ ഒരു അപൂർവമായും കുറച്ച് പേർക്ക് കിട്ടുള്ളൂ. ബാക്കിലൊരു കുരങ്ങനും അതിൻ്റെ പിന്നിലൊരു വെള്ളച്ചാട്ടവും. മുമ്പിൽ ആരാ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്തായാലും വെള്ളച്ചാട്ടത്തിനൊരു നല്ല രസമുണ്ട് കേൾക്കാൻ. ഒരു അപൂർവ ഭാഗ്യമെന്ന് എനിക്ക് പറയാനുള്ളത്. കുണ്ടല ഡാമിൽ നിന്നുള്ള വെള്ളം പാലാർ നദി വഴിക്ക് പോയിട്ട് അടിയിലുള്ള മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകും. മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് ഒരു ടർബൈൻ വഴി കറങ്ങിയിട്ടാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലെത്തിയിട്ടാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. സോ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. പള്ളിവാസലിൻ്റെ തന്നെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നമ്മുടെ കുണ്ടല ഡാമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ കാണാമല്ലോ, അത്യാവശ്യം നല്ല വെള്ളം കിടപ്പുണ്ട്. പിന്നെ കുണ്ടല ഡാമിൽ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കാണാം, ആ വെള്ളത്തിൻ്റെ ചാട്ടം കാണാൻ പറ്റും. ഇത് ബീച്ച് ഡാമിൽ നിന്ന് നമ്മൾ നോക്കണ പോലെ തന്നെ നല്ല ഉയരത്തിൽ നിന്നാണ്. രണ്ട് സ്പില്ല് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ പോണ കാണാം. ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കാൻ നല്ല രസമായിരിക്കും. കാരണം പുറത്തൊക്കെ നല്ല ചൂടായ കാരണം മൂന്നാറൊക്കെ വന്നിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ പ്രസൻസൊക്കെ നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാറും കുണ്ടലയിലൊക്കെ ഇപ്പോൾ കുറേ ആളുകളുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഇടദിവസമാണ് ഞാൻ വന്നേക്കുന്നത്, ഞായറാഴ്ചയല്ല. അതുകൊണ്ട് ഇത്തിരി നമ്മുടെ ആൾക്കാർ കുറവുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ള അധികം ആൾക്കാരും തമിഴന്മാരാണ്, മലയാളീസ് കുറവാണ്. പിന്നെ ഞാൻ വന്നൊരു സമയം എന്ന് പറഞ്ഞാൽ 5 മണി ആയിപ്പോയി. ഏതാണ്ട് 5 മണി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളീ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ പണ്ടുള്ള പോലെ തന്നെ കടകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അധികവും ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിൻ്റെ കടകൾ കുറേ ഉണ്ട്. പിന്നെ കുറേ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ അന്നും ഇന്നും ഉള്ളത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ എണ്ണം ഇന്ന് കുറവാണ്, പക്ഷേ വിൽപ്പനയൊക്കെ അത്യാവശ്യം തകൃതിയായി നടക്കുന്നുണ്ട്. ഇവിടെ അധികം തമിഴന്മാരും മലയാളീസും കൂടി സങ്കരമായിട്ട് കലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം പണ്ട് ഇവരുടെ അപ്പൻ്റെ അപ്പൻ ഇവിടെ തൊഴിലെടുക്കാൻ വന്നതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അങ്ങനെയാണ് ഇവരൊക്കെ അവരുടെ മക്കളായിരിക്കാം. എന്തായാലും അവരവരുടെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ട് കച്ചവടം ചെയ്ത് ജീവിക്കുന്നു നന്നായിട്ട് തന്നെ. ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവർ പറഞ്ഞു 5 മണിയായ കാരണം ടിക്കറ്റ് തരാൻ സൗകര്യമില്ല മോനെ, വിട്ടോളാൻ പറഞ്ഞു. ഞാൻ പക്ഷേ വിട്ടില്ല. ബോട്ടിൽ കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നമുക്ക് സൈഡിലൊക്കെ നിൽക്കാം. ഓക്കുമരമാണ് മുഴുവനും. ഓക്കുമരങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ 5 മണിക്ക് ടിക്കറ്റ് കൊടുത്ത് ഓടി ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ ഇറങ്ങി നടന്ന് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രം. ബോട്ടുകൾ, അനാഥമായി കിടക്കുന്ന ബോട്ടുകളും ഈ റോബോട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നവന്മാരെ കണ്ട് നമ്മളിങ്ങനെ ഗദ്ഗതം അടക്കി എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി. ഇത് ഞാൻ ഓർക്കുമ്പോൾ നമ്മുടെ പൂക്കോട് ലേക്കിനെ പറ്റി ഓർക്കുന്നു. അവിടെ ഇതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ഇവിടെ. പിന്നെ ഇവിടെ കാണുന്ന ഈ ഷിക്കാർ ബോട്ട് എന്നുള്ളത് ഞാൻ ജമ്മു കണ്ടിട്ടാണ്. ഇവിടെ ഇപ്പോൾ അതൊരു പുതിയൊരു ഇൻട്രൊഡക്ഷനാണ്. നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ റോബോട്ട് ഉണ്ടായിരുന്നു, പെഡൽ ബോട്ട് ഉണ്ടായിരുന്നു. പിന്നെ കൊട്ടവഞ്ചിയൊക്കെ എനിക്ക് തന്നെ പുതിയതായിട്ട് വന്ന ഷിക്കാർ ബോട്ട്, പെഡൽ ബോട്ട്, റോബോട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഭാഗ്യവശാൽ ഇവിടെ എത്തിയപ്പോൾ എല്ലാം ബുക്ക്ഡാണ്. അതുകൊണ്ട് എൻ്റെ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കാശ് പോയില്ല എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. പിന്നെ ഇത് കണ്ടാസ്വദിക്കുമ്പോഴും നമുക്ക് പോയ പോലെ തന്നെയൊക്കെയാണ്. മെയിനായിട്ടൊരു വീഡിയോ പിടിക്കാനാണ് വന്നത്. പിന്നെ വീഡിയോ പിടിച്ചാലും നമുക്കതിൽ ബെനിഫിറ്റുള്ളവരുണ്ടല്ലോ. പെഡൽ ബോട്ടിങ് ഒരാൾക്ക് 200 രൂപ, 2 പേർക്ക് 400 രൂപ. പിന്നെ റോബോട്ടിങ് 400 രൂപ തന്നെയാണ് മൊത്തത്തിൽ. ഷിക്കാർ അങ്ങനെ 600 650 കൊണ്ടൊക്കെയാണ്. എന്തായാലും 5 മണി ആകുമ്പോഴേക്കും ബുക്കിംഗ് ഒക്കെ തീരും. നമ്മുടെ ഡാമിൽ നിന്ന് പോവുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വേണമെങ്കിൽ ഷെയറും ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഡാമിൽ നിന്ന് പോകുന്നു പറഞ്ഞെങ്കിലും അവിടെ കുറച്ച് ഊഞ്ഞാലൊക്കെ ആയിട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു. പിന്നെ അധികം ഇപ്പോൾ തമിഴന്മാരാണ്. മലയാളി കുട്ടികൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ഈ ഓക്കുമരത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അപാര ഹൈറ്റ് കേട്ടോ. പിന്നെ കാണാനും അപാരമായ ഭംഗിയും സൗന്ദര്യവുമാണ്.
ഹാൻസമാണ്. അവരെല്ലാവരും ഭയങ്കര ഹാൻസമാണെന്ന് ഞാൻ പറയും. 2-3 ഊഞ്ഞാൽ കെട്ടാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്, ഊഞ്ഞാൽ കളിക്കാം. അത് കണ്ട് ഞാൻ നേരെ മൂന്നാറിൽ തന്നെയുള്ള മൂന്നാർ ഹൈഡൽ പാർക്കിലേക്കാണ് ഞാൻ പോയത്. അവിടെ ഏകദേശം ഒരു 5:30 കഴിഞ്ഞ് 6 മണിയൊക്കെ ആവാറായിരുന്നു. അപ്പോൾ അവർ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനൊരു ദൃശ്യം ആദ്യമായിട്ടാണ്. കാരണം മൂന്നാർ ഞാൻ ഇങ്ങ് താമസിക്കുകയാണ്. അപ്പോൾ ഈ മൂന്നാർ താമസിക്കുന്ന ദിവസം ഈ ഹൈഡൽ പാർക്കിൽ ഞാൻ വന്നെന്ന് ഓർത്തല്ല, പക്ഷേ വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. ലൈറ്റിട്ട് ഹൈഡൽ പാർക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹൈഡൽ പാർക്കിൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവർ എൻട്രൻസ് ഒക്കെ വേറെ സ്ഥലത്തേക്ക് ആക്കി. പണ്ടത്തെ ഹൈഡൽ പാർക്ക് മുറ്റത്ത് കുറച്ച് അപ്പുറത്തേക്ക് മാറി വലിയ സ്ഥലത്ത്. ഇപ്പോൾ നമ്മളൊരു പാലം കാണുന്നിട്ട് വേണം, നമ്മളങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു പാലം ഉണ്ടായിരുന്നു പണ്ട്. ആ പാലം കാണുന്നിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. ഇത് നൈറ്റിൽ വേണം വരാൻ. നൈറ്റിലേ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു മനോഹാരിത ശരിക്കും മനസ്സിലാവുന്നത്. കാരണം ഈ നൈറ്റിൽ രാവിലെ നല്ല മനോഹാരിത ഉണ്ട്, പക്ഷേ ഈ വൈകുന്നേരം വരുമ്പോൾ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ലൈറ്റൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു കോരിത്തെരുപ്പ് ഉണ്ടാക്കും. അത് കോരിത്തെരുപ്പ് ഉള്ളവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല രസമുണ്ട്. ഓരോ പടവുകൾ ചവിട്ടി ലാൻഡിങ്ങിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ കുറേ വർണ്ണക്കാഴ്ചകളും അടിയിലേക്ക് നോക്കുമ്പോൾ ഒരു തടാകവും അതിൻ്റെ ഉള്ളിൽ ധാരാളം മീനുകളും. ഇതിൽ കൂടുതൽ ഒരു വൈകുന്നേരം നമുക്ക് തരാനൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് നടന്നപ്പോൾ ഇതുപോലെ സുന്ദരമായ കാഴ്ച കൊണ്ട് പിന്നെ കുറേ എണ്ണങ്ങൾ അതിൽ തൂങ്ങിയാടി ഇങ്ങനെ പോകുന്നുണ്ട്. ആ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഭാഗ്യത്തിനാരും താഴെ പോയിട്ടില്ല. ഇതൊരു ലൈറ്റിന് കൊടുത്തിട്ട് നല്ല രസമാക്കി വെച്ചിരുന്ന ഏരിയയാണ്. പിന്നെ കുട്ടികളുടെ ഒരു പാർക്ക് അവിടെ ഉണ്ട്. കുട്ടികളും എല്ലാവരും അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. ഹൈഡൽ പാർക്ക് ഇവർ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. പണ്ടത്തെ പോലെ അല്ല. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റൗണ്ടൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ വന്നിട്ട് കാണുന്നത്. ഇതൊക്കെ പുതിയ സൃഷ്ടിയാണ്. അതായത് 1-2 വർഷങ്ങളിലുള്ള ഉണ്ടാക്കി വെച്ചൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ ഗവൺമെൻറ് നന്നായിട്ട് ഇടപെട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഇതിൽ കുറേ താത്തമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകണം കാണാം. പിന്നെ ഇതൊക്കെ എല്ലാം പുതുമ തന്നെയാണ്. കാരണം നേരത്തെ ഇല്ലാത്തൊരു പാർക്കാണിത്. ഇത് അവരെന്തൊക്കെ നല്ല പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പുതിയ പൂക്കൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. മുകളിൽ കുറേ തൂങ്ങിയാടി ഇങ്ങനെ പോകുന്നുണ്ട്. ചെടികൾ പല വർണ്ണങ്ങളിലുള്ള പല രീതിയിലുള്ള, കാരണം മൂന്നാറിൻ്റെ കാലാവസ്ഥയിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ നന്നായിട്ട് വളരുമല്ലോ. ഒരു ജിറാഫ് ജീവനില്ലാണ്ട് ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആനയും കണ്ടു അവിടെ, വലിയൊരു ആനയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വെറൈറ്റി പൂക്കളാണ് ഇപ്പോഴത്തെ ഒരു സവിശേഷത. ഹൈഡൽ പാർക്ക് മൂന്നാർ വന്നാൽ നിങ്ങൾ കാണണം. അവിടെ സ്റ്റേ ഉണ്ടെങ്കിൽ വൈകുന്നേരമേ പോകാവൂ. ഒരു 6 മണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിടക്കാവൂ. അത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് പല രീതിയിലുള്ള പൂക്കൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗാർഡൻ്റെ ഒരു വിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പല രീതിയിലുള്ള, ഇതൊരു ആനയായിട്ട് പെട്ടെന്ന് തോന്നി, എന്നാൽ ഇത് ആനയുടെ ഒരു ശില്പമാകുന്നു. പക്ഷെ കറക്റ്റ് ജീവസ്വറ്റ ഒരു ആനയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ആനകളെ കൊണ്ട് ഉത്സവത്തിൽ എഴുന്നേൽക്കുകയാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. ആന എഴുന്നള്ളുന്നതേ ഉള്ളൂ, ജീവനുള്ള ആന എവിടെ എഴുതിയിട്ടില്ല. പിന്നെ കുടുംബമായിട്ട് വന്നിരിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ്. ഐ ലവ് മൂന്നാർ എന്ന് പല സ്ഥലത്ത് എഴുതി വെച്ചാൽ കാണാം. പിന്നെ ഇതേപോലുള്ള പൂക്കളൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് റോട്ടിൽ ഇറങ്ങിയാൽ പോലും ഇങ്ങനത്തെ പൂക്കൾ കാണാൻ പറ്റും. എല്ലാം ഇലക്ട്രിസിറ്റി മയം, ലൈറ്റുകളുടെ കളിയാണ് എല്ലായിടത്തും. ആൾക്കാർ അത്യാവശ്യമുണ്ട്. ഇപ്പോൾ കറണ്ട് പോയി, പിന്നെയും കറണ്ട് വന്നു. കറണ്ട് വന്നപ്പോൾ ഞാൻ കണ്ട ഒരു മരമാണ് എടുത്തത്. ഈ ഒരു വെളിച്ചത്തിൽ കാണാൻ ഈ മരത്തിന് ഒരു അപൂർവ ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ലെഫ്റ്റിൽ കാണുന്ന ചെറിയൊരു അരുവി പോലത്തെയാണ്. വാട്ടർ ബോഡിയും പിന്നെ ഈ പൂക്കളും പിന്നെ ഈ ഒരു വഴിത്താരയും എല്ലാം കൂടെ ഒരു അഭൗമമായ ഒരു ഭംഗി നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതും ഈ സായം സന്ധ്യയിൽ. ഞാനിപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ഹിൽവ്യൂ പാർക്കിലാണ്. ഇവിടെ ഡാമിൻ്റെ അടിയിലേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചു. 150 രൂപയാണ് അങ്ങോട്ട് ടിക്കറ്റ്. ഓൺലൈനിലാണ് ചെയ്യാൻ. നേരിട്ട് കാശ് കൊടുത്താലൊന്നും അവരെടുക്കില്ല. പക്ഷേ ഞാനവിടെ എത്തിയപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല, കാരണം സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഹിൽവ്യൂ പാർക്കിൽ മാത്രം വന്ന് ഇത് കണ്ടെന്ന് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. അന്നിവിടെ ഒരു ഫ്ലഡിൻ്റെ സമയത്താണ് വന്നത്. ഇന്നിപ്പോഴാണെങ്കിൽ ഫ്ലഡില്ല, വെള്ളം കുറവൊന്നും ഇടുക്കി ഡാമിൽ. അപ്പോൾ ഒന്ന് കണ്ടു വന്നു വെച്ചു. ഇതാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവെയർ. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആർക്ക് ഡാമാണിത്. ഡബിൾ കർവേച്ചർ ആർക്ക് ഡാമാണിത്. കുറുവൻ കുറുത്തി 2 മലകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഡാമാണിത്. ഇവിടെ ആണ് ശരിക്കും കേരളത്തിൻ്റെ KSEB പവർ എല്ലാം ഉൽപ്പാദിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നാണ്. മൂലമറ്റം എൻ്റെ അടിയിലുള്ള പവർ സ്റ്റേഷനാണ്. അങ്ങോട്ടേക്ക് 780 മെഗാവാട്ട് പവറാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതധികം തുറക്കാറൊന്നുമില്ല.
കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ ഫുൾ വെള്ളം. അത്യാവശ്യം വെള്ളമുണ്ട്. ഇവിടെയാണ് വെള്ളം ഏറ്റവും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തൊക്കെ ഭൂമി ഉരുക്കുണ്ടാവും. സോ ആ സമയമാകുമ്പോഴേക്കും വെള്ളം തുറന്നു വിടും. അങ്ങനെയാണ് പതിവ്. പിന്നെ അടുത്ത കാലത്തൊക്കെ എപ്പോൾ വെള്ളം മുങ്ങിയാലും അവർ തുറന്നു വിടാറുണ്ട്. ഇതിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്കുള്ള പവർ സപ്ലൈ എല്ലാം വരുന്നതെന്ന് മനസ്സിലാക്കുക. സോ വെള്ളമില്ലെങ്കിൽ നമുക്കാർക്കും പവർ കിട്ടില്ല. 168 മീറ്റർ പൊക്കമുണ്ട് ഈ ഡാമിന്. പെരിയാർ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. KSEB തന്നെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തതും ഓൺ ചെയ്യുന്നതും. രണ്ടും KSEB തന്നെയാണ്. ഈ ഇടുക്കി ഡാം കൂടാതെ 2 ഡാം കൂടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കുളമാവ്, ചെറുതോണി. ഈ കുളമാവിൻ്റെ സാഡിൽ ഡാംസ് 2 കൂടി വേറെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ടൊരു റിസർവർ, വലിയ റിസർവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 60 കിലോമീറ്റർ സ്ക്വയറിലാണ് റിസർവ് വന്നിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് അവരുണ്ടാക്കിയ ഒരു പാർക്കാണ് ഈ കാണുന്നത്. ഇതും അതിമനോഹരം തന്നെയാണ്. ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പ്രളയം ഉണ്ടാണ് എൻ്റെ 2 ദിവസം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ ചെറിയ ഭൂമിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നും ഉണ്ടാക്കി അതേപോലെ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല മെയിൻ്റനൻസ് ഉള്ള സ്ഥലം തന്നെയാണിത്. ഇതൊരു ഇന്തോ കനേഡിയൻ പ്രോജക്റ്റാണ്. സ്റ്റാർട്ട് ചെയ്തത് 1969 1973 തൊട്ട് ഇവിടെ റിസർവെയർ വെള്ളം സംഭരിച്ചു തുടങ്ങി. പിന്നെ 1975 ആകുമ്പോഴേക്കും പയ്യെ ഡാം പ്രവർത്തിച്ച് തുടങ്ങി. ഇപ്പോൾ ഇവർ ഈ ഒരു ഹൈഡൽ പാർക്ക് കുറച്ചും കൂടെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പണിതിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല നട്ടുച്ചയായിട്ടും ഈ ഡാമിൻ്റെ വെള്ളമൊക്കെ ഉള്ളതിന് അത്ര ചൂട് നമുക്കിവിടെ ഏശുന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. അവിടെ ബോട്ടിങ്ങൊക്കെ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ബോട്ടിങ് നടത്തുമെന്ന് അറിയില്ല, കാരണം വെള്ളം കുറവാണ്. പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു ബോട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചേനെ. എനിക്ക് ചെയ്യാൻ സമയമില്ലാത്ത ഞാൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. ഈ മുമ്പിൽ കാണുന്ന ഒരു കുളം പോലത്തെ ഒരു റിസർവ്, ചെറിയൊരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ലേക്ക് പോലെ. അവിടെയാണ് ബോട്ടിങ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് ഇന്നത്തെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഞാൻ പോയി. പിന്നെ അവിടെ കുറേ മീനുകളെ കണ്ടു. സൂക്ഷിക്ക് ഇഷ്ടം പോലെ മീനുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകാം. കുറച്ച് ഏരിയ മുകളിലേക്കൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ കണ്ട മീൻ എന്ന് പറഞ്ഞത്. ധാരാളം മീനുകളുണ്ട് അവിടെ. പിന്നെ അവിടെ നിന്ന് തിരിച്ചു നടന്നപ്പോഴും അവർ ഈ പാർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ, കുട്ടികൾക്കുള്ള കുറേ കളി സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വലിയ ആൾക്കാർക്കും ഇവിടെ വേണമെങ്കിൽ വെറുതെ കളിച്ചു നടക്കാം. പിന്നെ ഒന്നുകൂടെ നമുക്ക് ആ റിസർവെയർ പ്രാന്തപ്രദേശങ്ങളെല്ലാം ഒന്നുകൂടെ കാണാം. ഇതാണ് നമ്മുടെ പവർ വരുന്ന സ്ഥലം. ഇത്രയും നേരം വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ വേണേൽ ഷെയറും ചെയ്തു. ഞാനവിടെ നേരെ പോയത് വാഗമണിലേക്കായിരുന്നു. കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ മൂന്നാർ, ഇടുക്കി, വാഗമൺ എല്ലാം ഞാൻ കവർ ചെയ്തു. ഒരു ദിവസം അങ്ങനെ ഒരു യാത്രയായിരുന്നു. അപ്പോൾ ഈ വാഗമണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടു. ഒരു സൈറ്റ് സീയിങ്ങിൻ്റെ ഒരു സ്ഥലം കണ്ടു. വലിയൊരു പാറയാണ്. അവിടെ നിന്ന് ആ ഏരിയ മുഴുവൻ കാണാം. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാഗമണിൽ കാണുന്നത്. ഈ മൊട്ടക്കുന്നുകൾ മുഴുവൻ കാണാൻ ഇവിടെ വന്നിട്ട്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഇതും ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ആ മൊട്ടക്കുന്നുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. നേരത്തെ ഞാൻ മൊട്ടക്കുന്നിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ധൈര്യമായിട്ട് തന്നെ ഇറങ്ങാം. നല്ല വ്യൂ ആണ്. എന്നുവെച്ചാൽ അത്രയും ഒരു നീണ്ട സ്ഥലത്തേക്ക് ഒരു വ്യൂ കിട്ടും. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. വീണ്ടും വാഗമണിലാണ്. ഇവിടെ ഒറ്റമരം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പോണ വഴിക്ക് ഒരു പാറയിൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാം. അതാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബാക്കിൽ. അവിടെ നിന്ന് ഞാൻ പിന്നെയും നമ്മുടെ സ്ഥിരം പോണ വാഗമണിലെ മൊട്ടക്കുന്നിലേക്ക് എത്തി. ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ എടുത്ത കാരണം ഇതിലേക്ക് ഞാൻ അധികം കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഇവിടെ കണ്ട കുളത്തിൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നല്ല ചൂടായ കാരണമായിരിക്കാം. സോ പുതുമയൊന്നും തോന്നില്ല, കാരണം നേരത്തെ വന്ന കാരണം. എന്നാലും കാഴ്ചകൾ നല്ലത് തന്നെയായിരുന്നു.